കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിലെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ നൽകണമെന്ന ആവശ്യം കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DCRB DYSP KJ ജോൺസൺ നൽകിയ അപേക്ഷയാണ് ഹൊസ്ദുർഗ് കോടതി തള്ളിയത്. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. കേസിലെ ഒന്നാം പ്രതി ഉബൈസ്, രണ്ടാം പ്രതി ഉദുമ മാങ്ങാട് കൂളിക്കുന്നിൽ താമസക്കാരിയായ ജിന്നുമ്മ എന്ന ഷമീമ, പൂച്ചക്കാട്ടെ അസ്നീഫ, മധൂരിലെ ആയിഷ എന്നിവരെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഈ അപേക്ഷ കോടതി തള്ളുകയായിരുന്നു. 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ ഡിസംബർ 3-നാണ് 4 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘം പ്രതികളെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങുകയും തെളിവെടുപ്പുൾപ്പെടെ നടത്തുകയും അബ്ദുൽ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും നഷ്ടമായ 596 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ 100-ൽ പരം പവൻ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ബാക്കി സ്വർണം കൂടി കണ്ടെടുക്കണമെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിടണമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. എന്നാൽ കസ്റ്റഡി അപേക്ഷ തള്ളിയതോടെ തെളിവെടുപ്പ് സംബന്ധിച്ച് വ്യക്തതയില്ലാതായി. അതേസമയം കൊല്ലപ്പെട്ട ഗഫൂർ ഹാജിയുടെ ഭാര്യ കേസിൽ കക്ഷി ചേർന്നു. ഇവർക്കായി കോഴിക്കോട്ടെ മുതിർന്ന അഭിഭാഷകൻ മുഹമ്മദ് സഹീർ കോടതിയിൽ ഹാജരായി. ഇതിനിടെ പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ ജില്ലാ കോടതി ജനുവരി 4-ലേക്ക് മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.